എന്റെ ഡാൻസ് കളിക്കാനുള്ള കഴിവൊക്കെ ഞാൻ ഇവനിപ്പൊ കാണിച്ചു കൊടുക്കാം. മത്സരത്തിന് ഇവൻ എങ്ങനെയെങ്കിലും ഡാൻസ് ചെയ്താൽ വീറിന്റെ ഗ്രൂപ്പ് ഉറപ്പായും ജയിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ജിൻഡു, നീ ഇതൊക്കെ മാജിക് ഉപയോഗിച്ചല്ലേ ചെയ്തത്? മാജിക് ഉപയോഗിക്കാതെ പ്രാക്ടീസ് ചെയ് പ്ലീസ്. നമുക്ക് കോമ്പറ്റീഷനിൽ മാജിക് ഉപയോഗിക്കാൻ കഴിയില്ല ജിൻഡു. അതെന്താ പറ്റാത്ത? ഇതൊന്നും ആരും അറിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയാലോ. അപ്പൊ അത് ചീറ്റിംഗ് ആവും. ഒരു കോമ്പറ്റീഷനിൽ ചീറ്റിംഗ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. നിനക്ക് എന്റെ മാജിക് അല്ലേലും തീരെ ഇഷ്ടമല്ലല്ലോ. ഈ വീറിന് അല്ലെങ്കിലും എന്റെ ടാലന്റ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരട്ടെ, വിശന്നിട്ട് വയ്യ. ഹലോ ചിണ്ടു. ഹായ് ബണ്ടി. ഇന്നാ ഈ ചോക്ലേറ്റ് കഴിക്കുന്നോ? ആ പിന്നല്ലാതെ, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടാ. ഞാൻ വേണമെങ്കിൽ നിനക്ക് എന്നും ഇതുപോലെ ഒരുപാട് ചോക്ലേറ്റ് തരാം. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ്? നീ ഞങ്ങളുടെ ഗുരു ആകുമോ? നീ ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്ക്. ഞങ്ങളെ എല്ലാവരും നിന്റെ ശിഷ്യന്മാരാക്കാൻ പറ്റുമോ ഗുരുജി? ആ പിന്നെന്താ. പക്ഷെ ഡെയിലി ചോക്ലേറ്റ് തരുന്ന കാര്യം മറക്കണ്ട കേട്ടോ. വരൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അല്ലേ ജിൻഡു എവിടെ പോയി കിടക്കുക? എന്റെ നടു ഒടിഞ്ഞേ. ചിണ്ടു, നിനക്ക് നേരെ ചൊവ്വ പഠിപ്പിക്കാൻ അറിയില്ലേ? ഇങ്ങനെ പോയാൽ നിനക്ക് ഞാൻ ചോക്ലേറ്റ് തരില്ല. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ചോക്ലേറ്റ് നിന്റെ അടുത്ത് കിട്ടിയേ പറ്റൂ. എന്നാ പിന്നെ ഇവന്മാരുടെ ദേഹത്ത് കുറച്ച് മാജിക് പ്രയോഗിച്ചാലോ? ഇനി നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഞാനിത് ചെയ്തല്ലോ. ഞാൻ ഡാൻസ് കളിച്ചു. ഞാനെല്ലാം പഠിച്ചു. താങ്ക് യു. നീ വേഗം ഇങ്ങ് പോര്. അവൻ നിന്നെ കരണ്ട് വലിച്ചെടുക്കുകയാണ്. ഇവിടുന്ന് ഞാൻ പോയിട്ട് എന്താ പ്രയോജനം? ഇതിനോട് ഞാനല്ലാതെ പിന്നെ ആരാ ഫൈറ്റ് ചെയ്യാ? കുറച്ചുകൂടി സമയത്തിന്റെ ആവശ്യമുണ്ട്. അവന്റെ ബലഹീനത എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. കള്ളനും പോലീസും കളി തുടങ്ങിക്കോ. അപ്പോഴേക്കും നമുക്ക് അവന്റെ കുറവുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കേ അപ്പൂപ്പ. ഓ, ഈ റോബോട്ടിനപ്പോ വെള്ളം ഇഷ്ടമല്ലേ അപ്പൂപ്പ? പറഞ്ഞോളൂ വീർ. അപ്പൂപ്പ, ഈ റോബോട്ടിന് വെള്ളം ഒട്ടും ഇഷ്ടമല്ല. അതിന്റെ ശരീരത്തിൽ അപ്പൊ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഇംലി, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. പറഞ്ഞോളൂ വീർ. നീ ആ മാർക്കറ്റിന്റെ സൈഡിലുള്ള എല്ലാ വീടുകളിലും പോയി എല്ലാവരുടെയും ബാൽക്കണിയിൽ വെള്ളത്തിന്റെ പൈപ്പ് എടുത്തോണ്ട് വരാൻ പറ. ഞാൻ ആ ഭാഗത്തോടെ പറന്ന് പോയി കഴിയുമ്പോ എല്ലാവരും ഈ റോബോട്ടിന് പോലുള്ള വെള്ളം ശക്തിയായി ഒഴിക്കണം. ഓക്കേ വീർ. ബൈ ബൈ റോബോ ബോയ്. ഇതാണ് നിന്റെ അവസാനം. റോബോബോയ് വേഗം ചെയ്യേ, എന്റെ കാർട്ടൂൺ തീരാൻ സമയമായി. ഞങ്ങൾ റെഡിയാണ്. എനിക്കിത് രക്ഷപ്പെടാൻ കഴിയുന്നില്ല.
ബോട്ടിന്റെ ലൈറ്റ് ഓഫ് ആയിക്കൊണ്ടിരിക്കുക. ഇവൻ നമ്മള് കരുതിയാലും നല്ല ശക്തിശാലിയാ. വീർ, you can do it. You can do it, വീർ. You can do it. എല്ലാവരും ready ആയിക്കോ. പകടം പകടം പാലം പാലം ടിക്കടം ടിക്കടം തംതമാദം പകടം പകടം പാലം ടിക്കടം ടിക്കടം തംതമാദം വീർ കരോബോ ബോയ് വീർ കരോബോ ബോയ് വീർ കരോബോ ബോയ് വീർ കരോബോ ബോയ്. നല്ല രസം തോന്നുന്നല്ലേ? ഈ വീരാരാ? ഞാനാരാ? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ആരാ? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ അപകടമുണ്ടെന്നാണ്. എന്തോ ഒരു അപകടം വരുന്നുണ്ട്. രക്ഷിക്കേ! വീർ, വിങ് സ്യൂട്ട് ഓണാക്ക് വേഗം. വീർ, വിങ് സ്യൂട്ട് ഓണാക്ക്. Wing suit on. Wing suit on. വെൽക്കം ബാക്ക് വീർ. വിങ് സ്യൂട്ട് ഓൺ. ഇംലി, ഈ പഴയതുപോലെ ആയി വീർ. വേഗം വന്ന് രക്ഷിക്കേ. വേഗം വന്ന് എന്നെ പിടിക്കേ. ക്രാഷ് ലാൻഡിംഗ്. വീർ, ഓ വീർ, I am so happy. നീ പഴയതുപോലെയായി. I am also happy. I am also happy. വീരിനി ഇവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഒറ്റ സെക്കൻഡ് ഞാൻ ഇവനെ ശരിയാക്കാം. ചില്ലറക്കാരനല്ല വീർ, നീ തന്നെ അവനെ നോക്ക. ഈ റോബോട്ടുകൾക്ക് മമ്മിയൊക്കെ ഉണ്ടോ? വീർ, I am so happy. നിനക്ക് എല്ലാം ഓർമ്മ വന്നല്ലോ. വരൂ, നമുക്ക് അപ്പൂപ്പനോട് പോയി പറയാം. എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ ഇടയിലുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഫലമായിട്ടാണ് വീർ ഇപ്പോ പഴയതുപോലെ ആയത്. എടാ, നീ ആരാണെന്നുള്ള കാര്യം നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞില്ലടാ. എന്നിട്ട് നീ എന്തിനാ എന്നോട് പിന്നെയും ചോദിക്കുന്നത്? എടാ വീർ, നിന്നെ ഞാൻ പിന്നീട് എടുത്തോളാമെടാ. ഇംലി, ബണ്ടിയാവന്റെ വേട്ടക്കാരൻ അങ്കിളും കൂടി നമ്മുടെ പീകോക്കിനെ പിടിക്കാൻ വന്നിരിക്കുക. വരൂ, നമുക്ക് ഇവനെയും കൂട്ടി അകത്തേക്ക് പോവാം. മയിലിനെ എന്തിനാ അകത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇത് നമ്മളുടെ ടെറസല്ലേ. ഇങ്ങോട്ട് വരുന്നവരെ തിരിച്ചു പറഞ്ഞു വിട്ടാ പോരെ. നീ എന്താ ചുൾപ്പിളി ചെയ്യുന്നേ? അവര് താഴ്വീടാൻ പരിക്ക് പറ്റും. ഇനി മയില് രക്ഷപ്പെടുന്നത് ഞാനിന്ന് കാണട്ടെ. ഇന്നിതിനെ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് ശിക്കാരി അങ്കിൾ എന്നല്ല. വീർ, വീർ, ഹേയ്! വീർ, ഇംലി, ചുൾബുൾ, രക്ഷിക്കണേ.
വിഷൻ ഓൺ. എക്സ്റേ വിഷൻ ഓൺ. വീർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഉറപ്പായും ഇത് ബണ്ടിയുടെ അങ്കിളുടെ പണിയായിരിക്കും. ആ അങ്കിളുടെ ഫാം ഹൗസ് പുറത്തെവിടെയോ ആണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. അങ്കിൾ, ഇത് എത്ര പറഞ്ഞിട്ടും ഡാൻസ് ചെയ്യുന്നില്ലല്ലോ. അത് ഡാൻസ് കളിക്കും, തീർച്ചയായിട്ടും കളിക്കും. അതിന് മഴ പെയ്താൽ മാത്രം മതി. മഴ ഞാൻ പെയ്പ്പിക്കാമല്ലോ. അതിനെ വിട്ടേക്കൂ. ഇങ്ങനെ ഒരു പാവം പക്ഷിയെ കൂട്ടിലടച്ചു വെക്കാന്ന് പറഞ്ഞാൽ തൊട്ടും ശരിയല്ല. അച്ഛാ, ആ പീക്കോക്കിനെ നോക്കിയേ, കണ്ടിട്ട് പാവം തോന്നുന്നു. അച്ഛൻ അതിനെ തുറന്നു വിട്, അപ്പൊ അത് ഡാൻസ് കളിക്കും. നിങ്ങൾ രണ്ടുപേരും എന്റെ എല്ലാ പണികളും വെള്ളത്തിലാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ചെന്ന് ജോലി നോക്ക്. ഇവിടെ ഞാൻ മഴ പെയ്പ്പിക്കും. മഴ പെയ്യുന്ന സന്തോഷത്തിൽ അത് ഉറപ്പായും ഡാൻസ് കളിക്കും. ഹായ്, വെള്ളം വീഴുന്നത് കണ്ടില്ലേ? കണ്ടില്ലേ? എന്ത് നല്ല കാലാവസ്ഥയാണല്ലേ? ഞാനൊരു മണ്ടനാണെന്നാണ് അവരുടെ വിചാരം. ഇവർക്ക് ഒരിക്കലും എന്റെ ഡാൻസ് കാണാൻ പറ്റില്ല. എത്ര നേരം പോവെന്ന് നോക്കാം.